നമസ്കാരം. കടലും കായലും കൈകോർത്ത് സ്വപ്നങ്ങളെ കരുപ്പിടിപ്പിക്കുന്ന ജീവിതങ്ങളുള്ള മണ്ഡലം കയ്പമംഗലം. കയ്പമംഗലം മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷേ ഈ കുറി രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ശക്തമായ ഒരു മത്സരത്തെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. UDF തൊട്ടുപുറകിലല്ല, ഒപ്പത്തിനൊപ്പം ഒരു മത്സരം മുന്നോട്ട് കാഴ്ചവെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുറി കയ്പമംഗലത്തിൽ നല്ല ചൂടൻ രാഷ്ട്രീയ ഇലക്ഷനുള്ള തരംഗമാണ് കാണാനുള്ളത്. നമസ്കാരമുണ്ട്. നമസ്കാരം. രാവിലെ തന്നെ ഐറ്റംസ് ഒക്കെ എത്തൂലേ? ചെമ്മീൻ എന്താ വില? 260. അപ്പോൾ എത്ര മണിക്ക് തുടങ്ങും? 7 മണിക്ക് തുടങ്ങും. കയ്പമംഗലം എങ്ങനെ? ഉറപ്പായിട്ടുള്ള സീറ്റ് തന്നെയല്ലേ സ്ഥിരമായിട്ട്? ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഇക്കുറി UDF-ന് ഈ ഒരു സുപരിചിതനായ സ്ഥാനാർത്ഥിയാണോ? സ്ഥാനാർത്ഥി മാറിയോണ്ട് ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരാം. എങ്ങനെയാണ് നമ്മുടെ കയ്പമംഗലം നമുക്ക് ഇന്നൊരു ജയിക്കണമെന്നില്ല. ആര് ജയിച്ചാലും വികസനം നന്നാവണം. ഇന്ന പാർട്ടിയൊന്നുമില്ല, ആര് ജയിച്ചാലും വികസനം നന്നാവണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ കൈയോർത്ത് പോകണം, അത്രേ ഉള്ളൂ. വികസനം വരണം. കഴിഞ്ഞ ഒരു 5 വർഷത്തെ വികസനങ്ങൾ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ആര് ജയിച്ചാലും അതിനേക്കാളും ഭംഗിയായിട്ട് വീണ്ടും വരണം. പിന്നെ മാറ്റം വരണം. മാറ്റം വന്നല്ല മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത ഞങ്ങൾക്കൊന്നും ഉറപ്പിക്കാനും പറ്റില്ല. എന്റെ കാര്യമാണ് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ചൂടൊക്കെ ഇവിടെ? രാഷ്ട്രീയത്തിന്റെ ചൂട് കുറഞ്ഞിരിക്കല്ലേ. കയ്പമംഗലം ആർക്കൊപ്പം നിൽക്കാനൊക്കെയാണ് ഇപ്പോൾ? കയ്പമംഗലം ഇവിടെ 90% ഇടതുപക്ഷത്തിന് വരാൻ സാധ്യത. കയ്പമംഗലത്തിന്റെ അവസ്ഥ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറപ്പായിട്ടും CPM-ന്റെ പ്രതിനിധി വരുന്നത് നമ്മുടെ പ്രതീക്ഷ. അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ആരെങ്കിലും ഒരാൾ ജയിക്കും. ഇവിടെ എത്ര ആൾ നിന്നാലും ഒരാളെ ജയിക്കുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. ഉറപ്പ്. അതാരായിരിക്കും സാധ്യത? ആരായിരിക്കും എന്നുള്ളത് ജയിച്ചതിന് ശേഷം പറയാം. എന്നാലും ഇതിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആണ് ഈ ഏരിയ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുള്ളൂ. അതാണ് എന്താന്ന് വെച്ചാൽ വേറെ പുറത്ത് പോകില്ല. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇവിടെ 40 കൊല്ലം ജയിച്ച ഇവിടെ അവര് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കയ്പമംഗലം മണ്ഡലം കുഴപ്പമില്ല. അത് ആരിനെ ജയിക്കാന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പ്രയോജനം പ്രശ്നം. നിലവിലുള്ള ഭരണത്തെ കുറിച്ച് എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല. ടൈസൺ മാസ്റ്ററൊക്കെ നല്ല ഇതാണ്, നല്ല വ്യക്തിയാണ്. അതിന്റെ ഒരു വികസന തുടർച്ചയ്ക്ക് ആവാനോ അതെയോ UDF വരാനോ അതെയോ BJP-ക്ക് സ്വാധീനം എങ്ങനെയാണ്? ടൈസൺ മാഷ് ഇവിടുന്ന് പോയപ്പോ ഗതി മാറി നിൽക്കപ്പോ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. കയ്പമംഗലം മണ്ഡലം ഈ കുറിയുന്നത് പൊതുവെ LDF-ന് ഇതാ ഉള്ളത്. ചിലപ്പോൾ ഇപ്രാവശ്യം മാറ്റം ഉണ്ടാവും പ്രതീക്ഷിക്കാം. മാറ്റം വേണമല്ലോ, അതാണല്ലോ ഇവിടുത്തെ അവസ്ഥകൾ. എങ്ങനെയാണ് ചേട്ടാ അഭിപ്രായം? നമുക്കൊന്നും പറയാനില്ല. വോട്ട് ചെയ്യാൻ പോറില്ലേ? ചെയ്യാൻ പോറുണ്ട്. ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണെങ്കിൽ മോശമാണ്, വളരെ മോശം. അത് പിണറായി വിജയൻ വന്നതിന് ശേഷം വേറെ ആരോ ആയിരുന്നെങ്കിലും നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഭരണം ഉണ്ടായിരുന്നു. ഇന്നേവരെ കാണാത്തൊരു മുഖ്യമന്ത്രി ഇപ്പോഴത്തെ. എല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു മാറ്റം. അപ്പോൾ അതേപോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കയ്പമംഗലം? കുഴപ്പമില്ല. ആരായിരിക്കും ഈ തവണ? അത് ഞാൻ പറയില്ല. ഇപ്പോഴത്തെ അന്തരീക്ഷം കണ്ട അവര് വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. ഇനിയിപ്പോ കുറച്ചാള് ഇവര് ഇരുന്നില്ലേ? ഏത് കുറച്ചാള് ഇവര് ഇവിടെ ഇരുന്നില്ലേ? അപ്പൊ ഇനി അവര് കുറച്ചാള് ഇരിക്കട്ടെ. ചേഞ്ച് വരുമല്ല. ഏത് ചേഞ്ച് വരട്ടെ. അങ്ങനെയാണോ? ഹലോ, എന്താണ്? കയ്പമംഗലം മണ്ഡലത്തില് ഒരു മാറ്റം വേണമെന്നാണ് ഇക്ക പറഞ്ഞത്. അങ്ങനെയൊക്കെയാണോ? എന്താണ് അവസ്ഥ ഇപ്പോഴത്തെ? കയ്പമംഗലത്ത് നമ്മളുടെ വത്സലരാജ് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരും കയ്പമംഗലമൊക്കെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരം കോട്ടയാണ്. പിന്നെ ഇനി ജനങ്ങളുടെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. UDF-ന് ഇപ്പോൾ നാസർ എന്ന് പറഞ്ഞ ആൾ കാൻഡിഡേറ്റ് അല്ലേ. ആൾക്ക് സ്വാധീനക്കുറവൊന്നുമില്ല. ഇവിടെ പഞ്ചായത്ത് കയ്പമംഗലം ഭരിക്കുന്നത് UDF ആണ്. മറ്റേ പെരിഞ്ഞനം പഞ്ചായത്ത് LDF ഭരിക്കുന്നത്. പക്ഷേ LDF-ന് തന്നെയാണ് മുൻതൂക്കം. നമസ്കാരം. ഈ സൈക്കിളിലാണോ സഞ്ചാരം മുഴുവനും? അതെ. ആരോഗ്യത്തിന് വളരെ നല്ല കാര്യമാണ്. നമ്മളെ വയസ്സ് ഏജിനനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ചൂട് പിടിക്കാൻ സാധ്യതയുണ്ടോ? ചൂടെന്ന് പറഞ്ഞാൽ ചൂടൊക്കെ തന്നെയാണ് ഇവിടെ. പറയാൻ പറ്റില്ല. എന്നാലും ഇപ്രാവശ്യം UDF ഉണ്ടാകാൻ സാധ്യത. മത്സരം നടക്കുന്നുണ്ട്. കാരണം
ഇവിടെ ആദ്യത്തെ സ്ഥാനാർത്ഥി കുഴപ്പമില്ലാത്ത ആളായിരുന്നു. ടൈസൺ മാഷ് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു ആൾക്കാർക്ക്. പക്ഷേ പിന്നീട് ആള് നല്ലതാണെങ്കിലും കേന്ദ്ര ഭരണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ. അത് തന്നെ പ്രശ്നങ്ങളാണ് ആദ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ നീക്കുപോക്കും ഈ ജനങ്ങളോടുള്ള ഇതും അതേമാതിരി തന്നെ തൊഴിലാളികളോടും ഓട്ടോറിക്ഷക്കാരോടും മറ്റുള്ള കാര്യങ്ങളോടൊക്കെ ഉള്ള ഇതുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാർദ്ധക്യ പെൻഷനോ അല്ലെങ്കിൽ മറ്റുള്ള 2000 3000 കൊടുത്തോണ്ട് മാത്രം പോരല്ലോ, മറ്റുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ക്ലിയർ ആവണമല്ലോ. അപ്പോൾ ഓക്കെ. ഇനി പക്ഷേ അതിൻ്റെ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കിട്ടിയാൽ ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു ശക്തമായ ഒരു സാധ്യത ഘട്ടത്തിലേക്കാണ് പോകുന്നത്. സത്യം അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മറ്റേ നമ്മൾ കുറച്ച് കാണിക്കുന്നൊന്നുമില്ല, പക്ഷേ ട്രെൻഡ് നിൽക്കുന്നത് UDF ചേട്ടാ നമസ്കാരം. മീൻ മേടിക്കാൻ വന്നാണോ? മീൻ വാങ്ങിയോ? എന്ത് മീനാ വാങ്ങിയേ? ചെമ്മീനാവട്ടെ ഇന്നത്തെ കറി. എങ്ങനെയാണ് നമ്മുടെ കയ്പമംഗലത്തിന്റെ രാഷ്ട്രീയ ചൂട്? കയ്പമംഗലം രാഷ്ട്രീയ നല്ല ചൂടിലാണ്. പിന്നെ അഭിപ്രായം പറയാനൊന്നിനും ആളല്ല, എന്നാലും ഒരു ഭരണമാറ്റം ആവശ്യം തോന്നിക്കുന്നുണ്ട്. ഇതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നു. എന്നാലും ഞാൻ പറയണത് ഈ ഭരണം തന്നെ തുടർ ഭരണം തന്നെ വരണം എന്നാണ് പറയണത്. അല്ലാണ്ട് ഇപ്പൊ ഭരണം വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഈ അവിടുത്തെ അവരെന്നെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ പറയും ഇപ്പൊ പെൻഷൻ അടക്കില്ലാണ്ടാക്കും. പറഞ്ഞു ഈ ഖജനാവ് ഇവർ കാലിയാക്കി എന്ന് പറയും. അതുകൊണ്ട് തരുന്നത് 19 മാസത്തെ കാശ് പെൻഷൻ കാശ് സർക്കാർ കൊടുത്തില്ല കഴിഞ്ഞ ഭരണത്തിൽ UDF. എന്നിട്ട് ഈ സർക്കാർ ബസ്സിൽ വന്നിട്ടുണ്ട് ഈ 19 മാസത്തെ കാശും കൊടുത്ത് ഇപ്പോഴും പെൻഷൻ കൂട്ടിന് കൊടുക്കണം. ഇപ്പോൾ വേണ്ടില്ല 35 വയസ്സായി തുടങ്ങി 60 വയസ്സ് വരെയുള്ളത് പെണ്ണുങ്ങൾക്കൊക്കെ 1000 രൂപ വെച്ച് ഇപ്പോഴും കൊടുക്കുന്നില്ല. അതുപോലെ ഇങ്ങനെ കയറി വരും. ഇതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ആവണമെങ്കിൽ ഇതൊക്കെ സ്റ്റോപ്പാവും. അടുത്ത ഭരണം വേറെ ഈ ഭരണം മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റോപ്പാവും. അപ്പോൾ പറയും ഈ ഭരണം ഇവർ കാലിയാക്കിയാണെന്ന് പറയും. എങ്ങനെയാണ് നമ്മുടെ കയ്പമംഗലം രാഷ്ട്രീയത്തിന്റെ ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥലമല്ലേ അത്? ടൈസൺ മാഷ് സ്ഥലമാണ്, അതുകൊണ്ട് അവർക്ക് അംഗീകരിക്കാൻ ചാൻസ്. പക്ഷേ UDF നല്ല തരക്കേടില്ലാണ്ടുള്ള പ്രവർത്തനമൊക്കെ ഉണ്ട്. NDA ഇവിടെ അത്ര പോരാ, സ്വാധീനമില്ല. LDF ഉം UDF ഉം തമ്മിലുള്ള ഒരു മത്സരമാണ്. ടൈസൺ മാഷായിരുന്നപ്പോൾ കുറച്ചും കൂടി തരക്കേടില്ല. പക്ഷെ ഇപ്പോൾ UDF നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. നിലവിലെ സ്ഥാനാർത്ഥി പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. അപ്പോൾ ഒക്കെ കുറച്ചും കൂടി സ്വാധീനം ഉണ്ട്. എന്നാ ചേട്ടാ സുഖാണോ? സന്തോഷമായിട്ട് പോണു. രാവിലെ പച്ചക്കറി മീന് എങ്ങനെയാണ് നമ്മുടെ കയ്പമംഗലത്തിന്റെ ഇപ്പോഴത്തെ ഒരു? കയ്പമംഗലത്തിന്റെ പറയുകയാണെങ്കിൽ സ്ഥാനാർത്ഥികൾ രണ്ടാളും കുഴപ്പമില്ല, പക്ഷെ മത്സരം കടുത്തതാണ് ഇപ്രാവശ്യം. UDF ഏകപക്ഷീയമായ ഒരു മത്സരം ഒന്നും പറയാൻ പറ്റില്ല. ഇല്ല കടുത്ത മത്സരമാണ്. പക്ഷേ UDF ഒരു ചെറിയ മുൻതൂക്കം ഉണ്ട് ഇപ്പോൾ ഇവിടെ കേട്ടോ. അങ്ങനെയാണ് നമ്മളൊരു കാഴ്ചപ്പാട് തോന്നുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അങ്ങനെയാണോ? അത് ഈ നിലവിലുള്ള ടൈസൺ മാസ്റ്റർ വികസന പ്രവർത്തനങ്ങള് മാഷിക്ക് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു. അപ്പൊ മാഷില്ലല്ല, മാഷ് പറവൂർക്ക് പോയല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. മൂപ്പര് ഗുരുവായൂരുമുള്ള പിന്നെ. അപ്പോൾ അതിൻ്റെ ഇത് നാട്ടുകാരുള്ള നാസർ. അപ്പോൾ അങ്ങനൊക്കെ ഒരു മുൻതൂക്കം ഉണ്ട് കേട്ടോ. എങ്ങോട്ടാ സൈക്കിളില്? മീൻ മേടിക്കാൻ. ഇത് എല്ലാ ദിവസവും സൈക്കിളിലാണോ പോണേ? ഈ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? സൈക്കിൾ കമ്പനി അതത് ഹെർക്കുലീസ്. ഇത് എത്ര വർഷമായിട്ട് പഴക്കമുണ്ട്? 25 വർഷം പഴക്കമുള്ള സൈക്കിള്. പേരെന്താ? അബ്ദുൽ സലാം. എങ്ങനെയാണ് നമ്മുടെ നാട്ടിക? കുഴപ്പമില്ല. ഇതോടെ ആർക്കൊപ്പം ആവാനൊക്കെയാണ് സാധ്യതയൊക്കെ? ഇടതുപക്ഷം. ടൈസൺ മാസ്റ്റർ വികസനങ്ങളൊക്കെ ആണോ? അപ്പൊ എല്ലാ ദിവസവും മീനൊക്കെ മേടിക്കാൻ ഇറങ്ങുമോ? മിക്ക ദിവസവും. അപ്പൊ ഉഷാറാവട്ടെ. ആയിക്കോട്ടെ. അപ്പോ കയ്പമംഗലം അങ്ങനെ. ചേട്ടാ നമസ്കാരം. ചെന്തങ്ങാണ് അല്ലേ? ചെന്തങ്ങ. ഇത് എവിടെ നിന്ന് വരുന്നത് കൂടുതലായിട്ട്? ഇത് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇവിടുത്തെ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് പൊട്ടുവെള്ളരിയാണ്. പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ അത് വേറൊരു വെറൈറ്റി സംഭവം അല്ലേ? അതെ. ഇപ്പോഴത്തെ സമയത്ത് കൂടുതലായിട്ട് ഈ സീസണിൽ മാത്രം ഒരു 2 മാസക്കാലമൊക്കെ ഉണ്ടാവുള്ളത്. രാഷ്ട്രീയ ചൂട് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനെ. ഇവിടെ ടൈസൺ മാഷിന് ഭയങ്കര അഭിപ്രായമായിട്ട് ഭയങ്കര ഭൂരിപക്ഷമുള്ള ഇതാണല്ലോ. എന്തായിരുന്നാലും ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം ഓക്കെയാണ്. കാരണം അത്രയും ഭൂരിപക്ഷത്തിൽ നിൽക്കണതാണ്. പിന്നത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ അതൊന്നും ഇവിടെ നടക്കില്ല ഉറപ്പാണ്. എന്നാന്ന് പറഞ്ഞിട്ടെ വേറൊന്നല്ല, അതങ്ങനെ പറയണ എൻ്റെ പേരിലുണ്ടല്ലോ. ജനങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. അതായത് ഒരു ന്യൂനപക്ഷമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ,
അവർ മറിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും. സത്യമല്ലാത്ത കാര്യം തന്നെ വിളിച്ചു പറയുമ്പോഴുണ്ടല്ലോ അറിയാലോ. അതിൻ്റെ പേരിൽ കുറച്ചുകൂടി ഭൂരിപക്ഷത്തിൽ അടുത്ത വർഷം ഇവിടെ ജയിക്കും. ഇതെങ്ങോട്ടാ ഇറങ്ങിയ കരി കുടിക്കാൻ ഒരു കറി കുടിക്കാൻ വേണ്ടി വന്നു. എങ്ങനെയാണ് കയ്പമംഗലത്തിന്റെ ചൂട്? നല്ല ചൂടാ. നല്ല ചൂട്. രാഷ്ട്രീയത്തിൽ ആരൊക്കെ ആയിരിക്കും ഈ തോടെ? പൊളിറ്റിക്സ് ഇങ്ങനെ അത്ര നോക്കാം. വോട്ട് ചെയ്യാൻ പോകാറുണ്ടോ? ഇല്ലല്ല. അത് ഈ പ്രാവശ്യം വോട്ട് ഞാൻ ഇവിടുത്തെ ആളല്ല, മഹാരാഷ്ട്ര ആളാ. മഹാരാഷ്ട്ര മലയാളം പറയുന്നുണ്ടല്ലോ. ഇവിടെ പഠിച്ചു വളർന്നു. മഹാരാഷ്ട്രയിലാണോ? ഇവിടെ എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഞങ്ങളുടെ അച്ഛനോട് വന്നിട്ട് 28 കൊല്ലായി. 28 കൊല്ലായി. പേരെന്താ? ശുഭം. ആഹാ, വളരെ രസമായിട്ട് മലയാളം പറയുന്നുണ്ട് കേട്ടോ. മലയാളിയിലേക്കാളും കൂടുതൽ മലയാളം പറയുന്നുണ്ട്. ഈ സ്ഥലമൊക്കെ നല്ല സുപരിചിതാണോ? എല്ലാം അറിയാം. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഗോൾഡ് വർക്കാണ്. നിങ്ങൾ കുറെ ടീമുണ്ടോ? കുറെ ടീമുണ്ട്. കുറെ ആൾക്കാരുണ്ട്. നമസ്കാരം എന്ന് പറഞ്ഞു. നമസ്കാരം. ഇനി ഒന്നും ചോദിക്കണ്ട, പിടിവിട്ടോ. അത്യാവശ്യം പച്ചക്കറി വാങ്ങുക, കുറച്ച് മീൻ മേടിക്കുക അല്ലേ, എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇരിക്കുക. നല്ല വെയിലാണ്. എങ്ങനെയാണ് കയ്പമംഗലത്തെ ചൂട്? രാഷ്ട്രീയ ചൂട് അടിപൊളിയാണ്. ഇപ്രാവശ്യം ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ടൈസൺ മാഷാണ് ജയിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം അത് നാസർ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം ജനങ്ങൾക്ക് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കയ്പമംഗലത്തിന്റെ കുഴപ്പമില്ല, LDF തന്നെ. മാറ്റൊന്നുമില്ല. ചേച്ചി നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടം? അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോണു. ലോട്ടറി ഉണ്ട്, കരിക്കുണ്ട്, പിന്നെ എന്താ ജ്യൂസ് ഉണ്ട്. അപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ 3-4 മാസം ഞങ്ങൾ പോകും. മഴക്കാലം ആകുമ്പോഴാണ് പ്രശ്നം അല്ലേ? മഴക്കാലം ആകുമ്പോൾ ഇനി എന്ത് ചെയ്യും? ഇല്ല, ലോട്ടറിയും കരിക്കും തന്നെ, വേറെ ഒന്നുമില്ല. ഇവിടെ തന്നെയാണ് സ്ഥിരം അല്ലേ? എങ്ങനെയാണ്? ഇപ്പൊ ഞങ്ങൾ മാറിയതാണ്. കയ്പമംഗലത്തിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? രാഷ്ട്രീയ ചൂട് ആർക്കൊപ്പം? രാഷ്ട്രീയമായിട്ടൊന്നുമില്ല, അങ്ങനെ ചെയ്യാൻ പോറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കയ്പമംഗലത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എങ്ങനെയാണ് ഈ കുറി? രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇടതുപക്ഷമുള്ള ഈ കുറി എങ്ങനെയായിരിക്കും? അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇടതുപക്ഷത്തിന് തന്നെ മുൻഗണന. അത് തന്നെയാണ്. UDFന്റെ ഒരു ശക്തമായ രംഗത്തേക്കൊന്നും വരുന്നില്ല എന്നാണോ പറയുന്നത്? ആയിട്ടില്ല, എന്താണെന്നുള്ളത് ചിത്രം തെളിഞ്ഞിട്ടുണ്ട് ശരിക്കും. കയ്പമംഗലം എങ്ങനെയാണ്? എടുത്ത പോലത്തൊന്നും പറയാൻ പറ്റൂല നമുക്ക്. പ്രത്യേകിച്ച് കച്ചവടം ചെയ്യുമ്പോ വ്യക്തമായ രാഷ്ട്രീയം പറയൂല. പിന്നെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഇപ്പൊ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശക്തമായ മത്സരം സ്ട്രോങ് ആണ്. നമസ്കാരം. നമസ്കാരം. കയ്പമംഗലം ഈ കുറി ആർക്കൊപ്പമാകും? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥയൊക്കെ? ഇപ്പോൾ കയ്പമംഗലം സംബന്ധിച്ച് ടൈസൺ മാസ്റ്റർ മാറി, വേറെ സ്ഥലത്തേക്ക് മാറി മണ്ഡലം. അപ്പം അതുകൊണ്ട് രണ്ടുപേരും പുതിയ ആളുകളാണ്. ആർക്കാണ് മെജോറിറ്റി എന്ന് പറയാൻ പറ്റൂല. എങ്കിലും CPMന്റെ ഒരു കോട്ടയാണ്. അപ്പം അതുകൊണ്ട് ഒരു ശക്തമായൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് ആണ്, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള സ്ട്രോങ്. അല്ലാതെ ജനങ്ങൾക്കുള്ളിലെ അഭിപ്രായത്തിൽ ഏതാണെന്ന് പറയാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഈ BJPക്ക് സ്വാധീനം ഉണ്ടോ? സ്വാധീനം ഉണ്ട്, പക്ഷെ ജയത്തിനോടുള്ള സ്വാധീനം ഉണ്ടാവില്ല. എന്തായാലും വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. വോട്ട് പിടിക്കും. ഭൂരിപക്ഷത്തിൽ വോട്ട് കൂടുതൽ പിടിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ UDFും LDFും തമ്മിലുള്ള മത്സരമാണ്. അപ്പൊ എങ്ങനെയാണ് കയ്പമംഗലം മണ്ഡലം? കയ്പമംഗലം മണ്ഡലം പൊതുവെ ഒരു ഇടതുപക്ഷ കോട്ടയതിന്റെ പേരിൽ സാധ്യത നമ്മളങ്ങനെ തന്നെ കാണുന്നത്. പിന്നെ ഇപ്പൊ UDFന്റെ നാസർ എന്ന് പറഞ്ഞ വ്യക്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഒരു ശക്തമായൊരു മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വിജയ സാധ്യത കൂടുതലും LDF തന്നെയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് കയ്പമംഗലത്തെ രാഷ്ട്രീയ ചൂട്? എങ്ങനെയാണ് ആർക്കൊപ്പം ഒക്കെ ആവാൻ? രാഷ്ട്രീയ ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ UDFന്റെ ഒരു മുന്നേറ്റം തന്നെ ആയിരിക്കും. കയ്പമംഗലത്തും അത് സംഭവിക്കും. കാലങ്ങൾക്ക് ശേഷം ഇപ്പം 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. UDF നാസർക്ക MLA ഓടുന്നു, ഉറപ്പാണ്. ഈ നാട്ടുകാരനാണ്, സുപരിചിതനാണ്, അതൊക്കെയാണോ? അത് പിന്നെ ഈ 10 കൊല്ലത്തെ ഒരു ഇതുണ്ടല്ലോ, ഭരണത്തിന്റെ ആൾക്കാർ അത്രയും ദുരിതത്തിലാണ് ജീവിതവും എല്ലാ കാര്യങ്ങളും. അമ്പലക്കൊള്ള ഇട്ടിട്ട് നാട്ടിലുള്ള സകല സാധനങ്ങൾ അവർ കണ്ടുപോയിട്ടുണ്ട്. പൊതുവെ ആൾക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് ഉറപ്പായിട്ട് UDF. എങ്ങനെയാണ് ഇവിടുത്തെ കയ്പമംഗലം ആർക്കൊപ്പം നിൽക്കാനൊക്കെയാണ് സാധ്യത? ശരിക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ പോണത്. ഇപ്പൊ ഭരണം കുഴപ്പമില്ലാണ്ട് പോണം. സ്ട്രോങ് ആണപ്പോ? 3 മുന്നണി ഒപ്പത്തിനൊപ്പമാണോ? അങ്ങനെയൊക്കെയാണോ? അങ്ങനെയല്ല, ഏതെങ്കിലും ഒരാളെ ജയിക്കുള്ളൂ. ഒന്നും പറയാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. നല്ല പോരാട്ടമായിരിക്കും. അത് ആര്? ഏത്? LDF UDF. അതായത് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാ? സ്ഥാനാർത്ഥികളെ കുറിച്ച് അത്ര പരിചയം പോരാ. എങ്കിലും നാസർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുറുകാരനാണ്. മറ്റേ എവിടെ എത്താരനെന്ന് നമുക്കറിയില്ല. ഒന്നും പറയാൻ പറ്റില്ല. വ്യക്തി പരിചയമൊന്നുമില്ല. സ്ട്രോങ് ആണ്.
കട്ടക്കട്ടക്ക് നമസ്കാരം. ഓട്ടമുണ്ടോ? ഓട്ടമുണ്ട്, കുഴപ്പമില്ലാണ്ട് കൂടും. നല്ല ഇന്ന് ചൂടൊരു അല്പം കുറവുണ്ട്. ഒരല്പം കുറവുണ്ട്, ആശ്വാസം. എങ്ങനെയാണ് കയ്പമംഗലത്തിന്റെ രാഷ്ട്രീയ ചൂട്? ഇവിടെ അങ്ങനെ കാര്യമായ ചൂടൊന്നും ആയിട്ടില്ല. ഇങ്ങോട്ട് അങ്ങനെ ചൂടൊന്നും ഇത്ര നേരം കാണാനില്ല. ആർക്കാണ് സാധ്യതയൊക്കെ? സാധ്യത ഇവിടെ LDF-ന്റെ കോട്ടല്ലേ, ഇവിടെ LDF ജയിക്കും. എങ്ങനെയാണ് കയ്പമംഗലം ഉഷാറാവോ ഈ കുറി? കുഴപ്പമില്ല, നല്ല പ്രവർത്തനം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആർക്കാണ് മുൻഗണന സാധ്യതകളൊക്കെ? സാധ്യത ഇവിടെ LDF-നാണ്. മറ്റാരാണ് ഉള്ളത്? ഇവിടെ LDF ആണ് ഉള്ളത്. സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് ആണ് ഇവിടെ. കയ്പമംഗലത്തെ രാഷ്ട്രീയ ചൂട് ആർക്കാണ് സാധ്യതയൊക്കെ? അതൊക്കെ ഒന്നും പറയാൻ പറ്റൂല. രണ്ട് ടീം, അതായത് LDF UDF-ത്തിനൊപ്പം BJP ഉണ്ടോ മത്സര രംഗത്ത്? എനിക്ക് പാർട്ടിപരമായിട്ട് ഒന്നും അറിഞ്ഞൂടാ. വോട്ടിന്റെ സമയത്ത് വോട്ട് ചെയ്യാൻ പോകും. അങ്ങനെ ആർക്കെങ്കിലും വോട്ട് ചെയ്യുവാണോ അതെയോ മനസ്സിലാരെങ്കിലും കാണുമോ? ആ സമയത്ത് ആർക്കും ഒന്നും അഗതി ചെയ്യുള്ളൂ. നിലവിൽ അങ്ങനെ പാർട്ടി അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇല്ല, ചെറുപ്പത്തിലേ ഇല്ല. വോട്ട് ചെയ്യാതിരിക്കരുത്, വോട്ട് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് കയ്പമംഗലത്തെ രാഷ്ട്രീയ ചൂട് അവിടെ വരെയായി? കൈപ്പമംഗലൊക്കെ അടിപൊളിയല്ലേ? കൈപ്പമംഗലം LDF-ന്റെ സീറ്റ് അല്ലേ? ഞങ്ങൾ മാറ്റി കൊടുക്കും. അത് ഞങ്ങൾ മാറ്റാൻ തയ്യാറല്ല. സമ്മതിക്കില്ല. അതന്നെയാണ് ഇത്ര നാള് നിലവിൽ നിന്നുകൊണ്ടിരുന്നത് LDF തന്നെയാണ്. അപ്പൊ അതിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് തന്നെ. നിലവിലിപ്പോ UDF-ന്റെ സ്ഥാനാർത്ഥി ഈ ഒരു സുപരിചിതനായ ഒരു വ്യക്തിയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാളെ പറ്റി നല്ല അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങോട്ടേ ഇല്ല. അത് കോൺഗ്രസ് പാർട്ടിന് പണ്ട് താൻ പടമാഷ് കണ്ടിട്ടുണ്ട്. പായസമൊക്കെ നല്ലതാണ്, കോളാമ്പി കുടിച്ചിട്ട് ഒറ്റ വന്നു. അപ്പൊ എന്നാ മാതിരി ആള് നല്ല സൂപ്പർ അടിയുറച്ച ആദർശമാണ്. ആദർശമൊന്നുമില്ല. നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ആദ്യമേ തൊട്ടും കണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ ആൾക്കാരിനെ ഞങ്ങൾ. പിന്നെ ഇവിടെ CPI-ക്ക് സീറ്റായതിന്റെ വില ടെൻഷൻ ഉണ്ടാവും. സാരില്ല, പോട്ടെ. നമസ്കാരമുണ്ട്. നമസ്കാരം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കയ്പമംഗലം എവിടെ വരെയായി ചൂട് രാഷ്ട്രീയം? ആർക്കാണ് സാധ്യത? പൊന്തിയിട്ടില്ല. ഇവിടെ ഇടതുപക്ഷമല്ലേ ജയിക്കാറ്. ഇടതുപക്ഷം തന്നെയാണ് ഈ കയ്പമംഗലം. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുണ്ട്. ഈ 13 സീറ്റിലും ഒരു സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ചാലക്കുടി പോയത്. ബാക്കി എല്ലാ സീറ്റും ജയിച്ചിട്ടുണ്ട്. ഇവിടെ 13 സീറ്റും CPI ആണ്. അതിൽ 2 സീറ്റ് CPM. ഈ പ്രാവശ്യവും അത് തന്നെ ഇടതുപക്ഷം തന്നെയല്ലേ ജയിക്കേണ്ടത്. പിന്നെ അവരെല്ലാം ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ തീർക്കണ്ടേ? എങ്ങനെയാണ് കയ്പമംഗലത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഈ കുറി? ഞാനിവിടെ ഉള്ള ആളല്ല, ഞാൻ വർഷക്കാരാണ്. ഞാനൊരു 40 കൊല്ലമായിട്ട് ജബൽപൂരിലാണ്, ഇന്ത്യൻ കോഫി ബോർഡിന്റെ ജില്ല. വോട്ട് ഇവിടെ ഉണ്ട്. ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ എന്ത് ഒരു അടിസ്ഥാനമാണ് ഇവിടെ വികസനം? വികസനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് അതിനെപ്പറ്റി അത്ര അറിവില്ല. എന്ന് വെച്ചാൽ ഞാൻ വർഷത്തിലൊരു പ്രാവശ്യം വന്ന് 10 ദിവസം ഒന്ന് പോണ വ്യക്തിയാണ്. അപ്പൊ എന്റെ മൊത്തമായിട്ട് എനിക്കറിയില്ല. വ്യക്തമായൊരു രാഷ്ട്രീയ ഇല്ല. ഇഷ്ടമുള്ള ഒരാൾക്കങ്ങ് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഓക്കെ. കയ്പമംഗലം ഉഷാറാവോ? ആർക്കും ഉഷാറാവും? ജയിക്കുന്നവര് ഫുൾ വോട്ട് കിട്ടുന്നവര് ജയിക്കും. ഫുൾ ജയിക്കും. ഫുൾ വോട്ട് കിട്ടാൻ സാധ്യത കുറവാ. അതല്ലേ? ഫുൾ വോട്ട് മീഡിയ വോട്ട് കിട്ടും. മീഡിയ വോട്ട്. അപ്പൊ അങ്ങനെ മീഡിയ ആർക്കായിരിക്കും ഒരു സാധ്യതയൊക്കെ നിലവിൽ ഇവിടുത്തെ കഴിഞ്ഞ 5 വർഷത്തെ സ്ഥാനാർത്ഥി ഇല്ല. ഇവിടെ വത്സരാജിനെ ജയിക്കാം സാധ്യത കൂടുതൽ. നിലവിൽ വത്സരാജിനെ ജയിക്കും. ഇവിടെ 10 വർഷമായില്ലേ? 5 വർഷം കൊണ്ടാവട്ടെ, 15 വർഷം ആകട്ടെ അല്ലേ? എങ്ങനെയാണ് കയ്പമംഗലം എവിടം വരെ എത്തി? കയ്പമംഗലം അടിച്ചു പൊളിച്ചല്ലേ? കയ്പമംഗലത്തിന് 2 വർഷം തന്നെ ഉറപ്പ്, ഗ്യാരണ്ടി സീറ്റാണ്. UDF-ഉം മത്സരരംഗത്തുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എങ്ങനെയാണ്? കാര്യമില്ല. അത് ടൈസൺ മാഷ് പോയി വിചാരിച്ചിട്ടല്ല. ടൈസൺ മാഷ് സീറ്റായിരുന്നു 2ാം തവണയും 3ാം തവണ പറവൂർക്ക് ടൈസൺ മാഷ് പോയി. ഇയാൾ ജയിക്കും ഉറപ്പായിട്ട്. 100% ജയിക്കും. അത് സംശയമില്ലാത്ത കാര്യവും. ഒരു സ്ട്രോങ് മത്സരത്തിനുള്ള സാധ്യത കയ്പമംഗലം ഇല്ല. സ്ട്രോങ് മത്സരം ഇല്ല. ഇടതുപക്ഷത്തിന്റെ സീറ്റാണ്, ഉറപ്പാണ്. താറ വേണം, അടുത്തൊരമ്പലം വേണം, അമ്പലമുണ്ട്, ചേർന്നൊരു കുളവും വേണം. ആ കുളവുണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് തെളിഞ്ഞാണ്. തെളിഞ്ഞ സ്ഥലമാണ്. അപ്പൊ എങ്ങനെയാണ് കയ്പമംഗലം? അത് സൂപ്പറല്ലേ? സൂപ്പർ ആയിട്ട്. ഈ സ്ട്രോങ് ആണോ മത്സരങ്ങളൊക്കെ? മത്സരങ്ങളൊക്കെ ശക്തമായ പ്രവർത്തനം എല്ലാവർക്കും ഉണ്ട്. ഇനിയിപ്പം മനുഷ്യരുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളും പോലും പറയാൻ പറ്റില്ല. ശക്തമായ പ്രവർത്തനം നമ്മുടെ എല്ലാ സഹാക്കളടക്കം തന്നെ എല്ലാവരും, പൊതുജനങ്ങളെല്ലാവരും ഇറങ്ങുന്നുണ്ട്. പെൺകുട്ടികൾ ഇറങ്ങുന്നുണ്ട്. ഒക്കെ ഇറങ്ങി സ്ക്വാഡായിട്ട് ഇറങ്ങിയിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. LDF-ഉം UDF-ഉം ആണോ രംഗത്ത്? ഇവിടെ LDF ആണ് മത്സര രംഗത്ത്. 2 കൂട്ടരും സ്ട്രോങ് ഉണ്ടോ? 2 കൂട്ടരും സ്ട്രോങ് ഒന്നും പറയാൻ പറ്റില്ല. അവരുണ്ട്. ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ വേറാണ്. ഇവിടെ ഉണ്ട്, സ്ട്രോങ് ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. തീരുമാനം അടക്കും. പക്ഷെ എന്തായാലും ഇടതുപക്ഷം ഭരിക്കുന്നുള്ള കാര്യം 100% ഉറപ്പ്.
ഉറപ്പല്ലേ ഇവിടെ ഞങ്ങളെ ഭരണത് തന്നെയാണ്. യേശുപ്പൻ എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകാരെ സ്ഥലം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ചില ഭരണ ആൾക്കാരുണ്ടാവും. ബി ജെ പി എന്ന് പറഞ്ഞ ഈ ആള് തന്നെ ഇവിടെ വന്നിട്ട് 2 വോട്ട് അവര് ഇത്രയും പര്യടനമൊക്കെ നടത്തില്ലേ. ഈ വത്സരാജ് ഒഴിച്ചിട്ട് ഒരു നാസറാവട്ടെ മറ്റാളെ ഞങ്ങൾ കണ്ടിട്ടും കൂടി ഇല്ലേ. അത് തന്നെയല്ല അവരല്ല പൊന്നൂർപ്പ് കൊണ്ട് തരാന്ന് പറഞ്ഞാലും കൈപ്പമംഗലത്ത് വത്സരാജ് തന്നെ ജയിക്കും 100%. വേണമെങ്കിൽ 101 തരാം. കയ്പമംഗലം എന്താണെങ്കിലും പ്രാവശ്യം UDF പിടിക്കുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 15 വർഷങ്ങളായിട്ട് LDF ഭരിക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ്. യാതൊരു പുരോഗതിയും ജനങ്ങൾക്കില്ല എന്നാണ് പൊതുവെ അഭിപ്രായം. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പ്രൈവറ്റ് സംവിധാനങ്ങളൊന്നും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സമാജയുടെ ഭാഗത്തുനിന്നും അത്യാവശ്യം ഒരു പാർക്ക് വരുമെന്ന് പറഞ്ഞു പെരിഞ്ഞനം പഞ്ചായത്തിൽ, അതൊന്നും നടപ്പിലായില്ല. രാഷ്ട്രീയ വാഗ്ദാനങ്ങളല്ലാതെ ഒന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യം ഇതേവരെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. മത്സരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളല്ലേ വിധി എഴുതുന്നത്. ജനങ്ങൾക്ക് അനുകൂലമായി ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതേ വിജയിക്കും. എന്തായാലും കയ്പമംഗലം മണ്ഡലത്തിലൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ച് ജനശബ്ദം ഇങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സമ്മിശ്രമായ പ്രതികരണമാണ്. പക്ഷേ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ മാത്രം ഒരു അഭിപ്രായമല്ല. മൊത്തത്തിൽ ഞങ്ങളിങ്ങനെ എടുക്കും. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞില്ല ആരുടെ പക്ഷമൊന്നും പിടിക്കാനല്ല, ഇത് ജനങ്ങളുടെ അഭിപ്രായമാണ്. കൃത്യമായിട്ട് വിധി എഴുതുന്നത് 9-നാണ്. ആ 9-ന് വിധി എഴുതുമ്പോൾ അതിൻ്റെ ചിത്രം മാറാം മറിയാം ഒക്കെ സംഭവിക്കാം. പക്ഷേ ആളുകൾ പൊതുവെ ഉള്ള ഒരു അഭിപ്രായ ശേഖരണം അല്ലെങ്കിൽ എന്താണ് അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളും അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കിട്ട് ഞങ്ങളിങ്ങനെ ജനശബ്ദത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കയ്പമംഗലത്തിൽ ഈ കുറി നല്ലൊരു പോരാട്ടം തന്നെയാണ് മുന്നണികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിനൊന്നും വീറിനും വാശിക്കൊന്നും ഒരു കുറവുമില്ല. നല്ല പ്രചരണമാണ്, തീ പിടിച്ച പ്രചരണം. അപ്പോൾ അതിൻ്റെ അന്തിമ വിധിയെഴുത്തിൽ ആര് കയ്പമംഗലത്തിൽ വാഴുമെന്നും ആര് വീഴുമെന്നും കണ്ടറിയാം. എന്തായാലും മറ്റൊരു മണ്ഡലത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ജനശബ്ദം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ് തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ.